ആപ്കി അദാലത്തിൽ ക്രിക്കറ്റർ ഹർഭജൻ സിംഗിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം എല്ലാവരെയും കളിയാക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ ചെയ്ത പല കാര്യങ്ങളുടെയും ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. സൗരവ് ഗാംഗുലി ക്യാപ്റ്റനായിട്ടുള്ള സമയത്ത് അദ്ദേഹത്തെ താങ്കൾ ഏപ്രിൽ ഫുള്ളാക്കി. അതായത് അദ്ദേഹം ഒരു ക്യാപ്റ്റനാന്നുള്ള കാര്യം അതിനുശേഷമാണ്. അതിനു മുൻപ് അദ്ദേഹം ഒരു മനുഷ്യനാണ് ഞങ്ങളെപ്പോലെ. സോ ഞങ്ങളുടെ ടീം നോക്കുവാണെങ്കിൽ ഞങ്ങളൊരു ഫാമിലി പോലെ ആയിരിക്കും എല്ലാവരും കൂടെ ചേരുമ്പോൾ. സോ ഹി വാസ് ലൈക്ക് മൈ എൽഡർ ബ്രദർ. അദ്ദേഹത്തിനോടൊപ്പം ഇരിക്കുമ്പോൾ ഞാൻ ഒരുപാട് കോമഡിയൊക്കെ ചെയ്യും. ആൻഡ് അദ്ദേഹത്തിന് ഞാൻ ഏപ്രിൽ ഫുൾ ചെയ്തു, നല്ലപോലെ തന്നെ ചെയ്തു. യെസ്, അപ്പോൾ ഫുൾ ടീം എൻജോയ് ചെയ്തു നല്ലപോലെ, ദാദ ഒഴിച്ച്. കാരണം ദാദ താങ്കൾ യുവരാജും ചേർന്ന് വലിയ പ്ലാനൊക്കെ ചെയ്തെന്ന് കേട്ടു. സാറേ എല്ലാവരും പ്ലാൻ ചെയ്തതാണ് അത്. അതായത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് സൗരവ് ഗാംഗുലി മീഡിയയിൽ പോയി എന്തോ ഒരു കാര്യം പറഞ്ഞതുപോലെ ഭജ്ജി, യുവരാജ്, പിന്നെ സാഹിർ ഖാൻ അവർ ഗെയിമിലൊട്ടും സീരിയസ് അല്ല. ഒരുപാട് പാർട്ടീസൊക്കെ പോവുകയാണ്. അദ്ദേഹം ഒരുപാട് പെണ്ണുങ്ങളുടെ കൂടെയാണ് ചുറ്റുന്നത്. ഇങ്ങനെയൊക്കെ പോയി മീഡിയയിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ആ പേപ്പർ കട്ടിങ്സൊക്കെ പ്രിൻ്റ് ചെയ്തെടുത്തതായിരുന്നു. ഡിഫറെൻ്റായിട്ട് ഹിന്ദിയിൽ, ഇംഗ്ലീഷിൽ, പിന്നെ ലോക്കൽ ചാനൽ ഓഫ് കൊച്ചിയിലും വെച്ച് ഞങ്ങൾ നെക്സ്റ്റ് ഡേ തന്നെ ഗ്രൗണ്ടിൽ പോയിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി. അതായത് ഞങ്ങൾ കളിക്കത്തില്ല, നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് തെറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്നും പറഞ്ഞ് പാർട്ടിക്കേ പോകത്തില്ല. പക്ഷേ നിങ്ങൾ എന്താ പറഞ്ഞ ഇവന് കുറച്ച് ഒട്ടും സീരിയസ്നെസ് പോലും ഇല്ല എന്നും ഇതൊന്നും ശരിയല്ലെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങി. ഞങ്ങളുടെ സീനിയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം. സോ ദേ ഓൾസോ ആക്റ്റഡ്. അതായത് കറക്റ്റാണ്, ഇവൻ ഇങ്ങനെയൊന്നും കളിക്കത്തില്ല അങ്ങനെയൊക്കെ അവർ പറഞ്ഞിരുന്നു. ഇവൻ കമ്മിറ്റഡ് ആയിട്ട് കളിക്കുന്ന പ്ലെയറാണെന്നും പറഞ്ഞു. അവിടെ പാജി ഉണ്ടായിരുന്നു, രാഹുൽ ദ്രാവിഡ് ഉണ്ടായിരുന്നു, ഒരുപാട് സീനിയേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് അവർ നല്ല സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക്. ദാദ ഒരുപാട് ടെൻഷനായി. ഞങ്ങൾ പറഞ്ഞ സത്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ക്യാപ്റ്റൻഷിപ്പ് കളയുവാന്നാണ് പറഞ്ഞത്. ദാദയുടെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മോശമായി പോയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പറഞ്ഞ ഇന്ന് എന്താ ഡേറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. അദ്ദേഹം ഡേറ്റ് എന്താന്ന് നോക്കിയപ്പോൾ ദേഷ്യത്തിൽ ബാറ്റ് എടുത്തുകൊണ്ട് ഞങ്ങൾ അടിക്കാനാണ്. ആ സമയത്ത് ജോൺ റൈറ്റ് ഒക്കെ ഒരുപാട് ടെൻഷനായി പോയിരുന്നു. പുറത്തുനിന്ന് പിള്ളേർ പ്രാക്ടീസിന് വരുമെന്നാണ് പുള്ളി വിചാരിച്ചുകൊണ്ടിരുന്നത്. 15 മിനിറ്റിൽ തന്നെ ഇവിടുന്ന് എല്ലാവരും കൂടെ പുറത്ത് പോയി. ഇവിടെ ആണെങ്കിൽ ബിഡിങ് ആയിരുന്നു. 15 തൊട്ട് 20 മിനിറ്റ് തന്നെ ആയിപ്പോയി. പിന്നെ അത് 30-40 മിനിറ്റ് ആയി. അതുകൊണ്ട് ആരും വന്നില്ല. ആ സമയത്ത് അദ്ദേഹം ടെൻഷനായിപ്പോയി. ടീമിന് ആരും കിട്ടിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് ഞങ്ങൾക്കൊരു ചാൻസ് ആയിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതൊരു സീരിയസ് മാറ്റർ ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ജസ്റ്റ് ഗോ ഔട്ട് എന്നാ പറഞ്ഞു. താങ്കൾ ഒന്നും ചെയ്യാതെ തന്നെ അദ്ദേഹം ഏപ്രിൽ ഫുള്ളായി. ഞങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇക്കാര്യം സത്യമാണോ? സച്ചിൻ തെണ്ടുൽക്കറിനെ പോലുള്ള ഒരു ലെജൻഡിനെ താങ്കൾ എടുത്തുകൊണ്ട് പോയി ജക്കൂസിലിട്ടെന്ന് കേട്ടു. ഇല്ല, ഞാൻ പൊക്കിയെറിഞ്ഞതല്ല. അപ്പോൾ എൻ്റെ ഒപ്പം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത്ര ധൈര്യമൊന്നും ഇല്ല കേട്ടോ സച്ചിൻ ടെണ്ടുൽക്കറിനെ എടുത്ത് ജക്കൂസിലിടാനായിട്ട്. ഞങ്ങൾ തനിച്ചൊന്നുമല്ല, അത് എല്ലാവരും കൂടെ ചേർന്നാണ് ഇട്ടത്. കൂടെ ആരെങ്കിലും ഒരു കൈ പിടിച്ച് പൊക്കിയാൽ നല്ലതാണ്. അതായത് 2-3 പേര് വേണം. ഞാൻ തനിച്ചൊന്നുമല്ല, ഒരു 2-3 പേരുണ്ടായിരുന്നു അന്ന്. സത്യത്തിൽ ഞാൻ വെറുതെ കൈ കൊടുത്തന്നേ ഉള്ളൂ അദ്ദേഹത്തിനെ വെള്ളത്തിലോട്ട് എടുത്ത് എറിയാനായിട്ട്. മെയിൻ സ്കെച്ച് ഇട്ടതെന്ന് വെച്ചാൽ സാഹിറും യുവരാജ് സിംഗുമാണ്. അപ്പോൾ സച്ചിൻ അത് എതിർത്തില്ലേ? അതൊക്കെ ചെയ്തു. എന്നാലും ഒരാളുടെ പവറും 3 ആളുടെ പവറും. അതായത് ഞങ്ങൾ 3 പേര് ചേർന്ന് കളിക്കുന്ന ക്രിക്കറ്റ് അദ്ദേഹം തനിച്ച് ഒറ്റ ആളായിട്ട് കളിക്കും. എങ്കിലും 3 പേരുടെ പവർ എന്ന് പറയുമ്പോൾ അത് വേറെ രീതിയാണല്ലോ. താങ്കൾ പാകിസ്ഥാൻ ടീമിലുള്ളവരെയും കളിയാക്കാറില്ലേ? ഇൻസമ ഉൽ ഹക്കിനെ ഒരിക്കൽ? ഐ ആം ഷുവർ ഞാൻ അവരെക്കുറിച്ച് പറയുന്ന പോലെ അവരും തിരിച്ച് എന്നെക്കുറിച്ച് പറയുമെന്ന്. അത് ഇൻസിബായ് എങ്ങനത്തെ ഒരു ക്രിക്കറ്ററാന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മേത്ത് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. അറ്റ് ദി സെയിം ടൈം ഹീ ഈസ് എ വെരി ഫണ്ണി ക്യാരക്ടർ. അദ്ദേഹം എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ആ സംസാരിക്കുന്ന സ്റ്റൈൽ ഭയങ്കര വ്യത്യസ്തമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസ് നടക്കുന്ന സമയത്ത് ഞങ്ങളത് കാണാനായിട്ട് പോയിരിക്കും. അദ്ദേഹം എന്താണ് സ്പെഷ്യലി ഹിന്ദിയിൽ പറയാൻ പോകുന്നതെന്ന് കേൾക്കാം. ആൻഡ് അവിടെ ഒരു പ്രസ് കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ്റെ മാച്ചിനെ കുറിച്ച്. ആ മാച്ചിൽ പാകിസ്ഥാൻ തോറ്റുപോയി. ആ മാച്ചിലും തോറ്റു, നെക്സ്റ്റ് മാച്ചിലും അവർ തോറ്റു. ഞങ്ങളവിടെ പോയി ചേർന്നപ്പോൾ പ്രസ് കോൺഫറൻസ് നടക്കുമായിരുന്നു. ആരോ ഒരാൾ ചോദ്യം ചോദിക്കുമായിരുന്നു, ദാ നോക്കൂ ബായ്, നിങ്ങൾ മാച്ചിലും തോറ്റു, നെക്സ്റ്റ് മാച്ചിലും തോറ്റുപോയി, എന്തെങ്കിലും ഒരു മാച്ച് ഫിക്സിങ്ങിലുണ്ടോയെന്നും പറഞ്ഞ്. സോ ഇഞ്ചിബായ് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ വന്നാണ് ഉത്തരം പറഞ്ഞത്. ദാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് പിന്നെ സ്ലോ മോഷനിൽ ഫ്രണ്ടിൽ വന്ന അദ്ദേഹം ഇങ്ങനെ ഷട്ട് അപ്പ്.
ഒരൊറ്റ വാക്കിൽ അദ്ദേഹം ആൻസർ പറഞ്ഞു. ആൻഡ് ഈ സമയത്ത് ഞങ്ങൾ വിചാരിച്ചത് ഇറ്റ് വാസ് ഹിലേറിയസ്. ഞങ്ങൾ ചിരിച്ചോണ്ട് അങ്ങനെ അവിടുന്ന് ഓടിപ്പോയി. അതായത് നല്ല ഉത്തരം അദ്ദേഹം പറഞ്ഞു. ഇംഗ്ലീഷിൽ ഉത്തരം നൽകാൻ എപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുള്ള വ്യക്തിയല്ലേ? എനിക്കും ആ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയുള്ള എന്നെപ്പോലെ ഒരുപാട് ക്രിക്കറ്റേഴ്സ് ഇങ്ങനെയുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ കുറച്ച് പ്രശ്നം ഉണ്ടാവും അവർക്ക്. അപ്പോൾ അവരിൽ ഞാനും ഒരാളാണ്. ഇൻസിബായ് ഉണ്ട്. പിന്നെ പാകിസ്ഥാനിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവര് ഒരു പ്രാവശ്യം എന്താ പറ്റിയെന്ന് വെച്ചാൽ അബ്ദുൾ റസാഖിന് മാൻ ഓഫ് ദി സീരീസ് കിട്ടിയ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ത് ചോദ്യം ചോദിച്ചതെന്ന് വെച്ചാൽ യു പ്ലേഡ് വെരി വെൽ, വേർ ഡിഡ് യു ഗോ ഫ്രം വേർ ഡിഡ് യു സീ ഫ്രം യുവർ സെൽഫ് ഫ്രം ഹിയർ. അദ്ദേഹം ലാഹോർ എന്നാ പറഞ്ഞത്. മറ്റുള്ളവരതിനില്ല. വേർ ഡിഡ് യു സീ ഫ്രം യുവർ സെൽഫ്. അതിന് അദ്ദേഹം പറഞ്ഞ ബോളിംഗ്, ബാറ്റിംഗ്. അതിന് അദ്ദേഹം നോ വാട്ട് നെക്സ്റ്റ്. അദ്ദേഹം പറയുന്നു ലാഹോർ. ശരി, ഓക്കെ, നിങ്ങൾ പൊക്കോളൂ, പോയി എൻജോയ് ചെയ്യുന്നവർ പറഞ്ഞു. സോ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യം സംഭവിക്കും സാർ. താങ്കളുടെ അടുത്തുള്ള ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ മറ്റുള്ളവരെ കളിയാക്കുന്നത് പോലെ താങ്കളെയും കളിയാക്കുകയാണ്. ഇതാ നോക്കൂ, അത് ചിരിക്കുന്ന കാര്യമായിരിക്കണം. ഇപ്പോൾ എന്നെക്കുറിച്ചായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചായിക്കോട്ടെ, നല്ലപോലെ ചിരിക്കണം, നല്ലപോലെ കളിക്കണം. ജീവിക്കുന്നത് കുറച്ച് ദിവസമല്ലേ. വൈ നോട്ട്? അതായത് വൈ നോട്ട് കോമഡി ചെയ്തില്ലെങ്കിലോ, ചിരിപ്പിച്ചില്ലെങ്കിലോ, ഒരു ദിവസം ചിരിക്കാണ്ടിരുന്നെങ്കിലോ. ഒരാൾ പറഞ്ഞു താങ്കൾ സച്ചിൻ തെണ്ടുൽക്കറിന്റെ മുന്നിൽ വെച്ച് ഒരു ഫാനിനോട് പറഞ്ഞു ഞാൻ ഡോഗ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്ററാണ്. അത് പിന്നെ അവൻ അത് ലെഫ്റ്റ് കയറി അകത്ത് വന്നിരുന്നു. അവൻ അത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു. അതും കണ്ടതും വാവ്, അവൻ സച്ചിൻ ടെണ്ടുൽക്കർ, ഗോഡ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്. അപ്പോഴൊക്കെ ഞാൻ വല്ലാണ്ട് വഴക്കിടും. എല്ലാ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലും എല്ലാവരുടെ അടുത്തും ഞാൻ വഴക്കിട്ടുണ്ടായിരുന്നു. സോ അവനെന്നെ കണ്ടതും ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ ഉത്തരം പറഞ്ഞു, ഐ ആം എ ഡോഗ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്. സോ ഞാൻ ആ ഒരു അർത്ഥത്തിലല്ല പറഞ്ഞത്, വഴക്കിടുന്ന അർത്ഥത്തിൽ. ആക്ച്വലി ഐ യൂസ് ടു വർക്ക് സോ ഹാർഡ്. അതിന് എന്തോ പറയൂല, ആക്ച്വലി ഡോങ്കി അല്ലെങ്കിൽ ഡോഗ് എന്തെങ്കിലും ഹാർഡായിരിക്കുമല്ലോ. സോ ഐ ആം ദ ഡോഗ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെടും ടീമിൻ്റെ വിജയത്തിന് വേണ്ടി. പക്ഷേ താങ്കളുടെ വൈഫിനെ കുറിച്ച്, ഗീത മാഡത്തിനെ കുറിച്ച് സൗത്ത് ആഫ്രിക്കയിൽ എങ്ങനെയാണ് ദേശീയ കൊടി ഉയർത്തിയത് എന്നതിനെ കുറിച്ചും പറഞ്ഞിരുന്നു. അതെ, അവർക്ക് ക്രിക്കറ്റിനെ കുറിച്ച് കറക്റ്റ് അറിയത്തില്ല. പിന്നെ അവർ ആദ്യമായിട്ടാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വന്നതെന്ന്. ആക്ച്വലി അവർക്ക് അത്ര ക്രിക്കറ്റൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാൻ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് ബോൾ പിക്ക് ചെയ്തു. അവരാ ഫ്ലാഗ് ഇട്ട് കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പിന്നെയും ഒരു ബോൾ ഷോട്ട് അടിച്ചു കൊടുത്തു. അത് 4 ആയിരുന്നു. അപ്പോൾ അവർ പിന്നെയും ഞാൻ നോക്കുമ്പോൾ ഫ്ലാഗ് ഇങ്ങനെ ഹോസ്റ്റ് ചെയ്ത് കളിക്കുമായിരുന്നു. മൂന്നാമത്തെ ബോളിൽ ഞാൻ ബോൾഡായിട്ട് മേളിൽ കയറി പോകുമ്പോൾ ഞാൻ തിരിഞ്ഞ് മോളിൽ നോക്കുമ്പോൾ അത് കണ്ടാൽ അറിയാം അവർക്ക് ഈ ഗെയിമിനെ കുറിച്ച് എത്രത്തോളം ധാരണയുണ്ടെന്ന്. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുന്ന സമയത്ത് ഇവള് മാത്രം ഇങ്ങനെ ഇന്ത്യൻ ഫ്ലാഗ്. ക്രിക്കറ്റിനെ കുറിച്ച് അറിയാത്തൊരു വ്യക്തിയെ എങ്ങനെയാണ് ഹർഭജൻ സിംഗ് ഇഷ്ടപ്പെട്ടത്? സാർ, അതൊരു കലയാണല്ലോ. അത് പിന്നെ ഒരു ആർട്ടാണെന്നാണ് പറയേണ്ടത്. അതായത് ഞാൻ ക്രിക്കറ്റിന് മാത്രം വേണ്ടിയല്ലേ കഷ്ടപ്പെട്ടത്. കണ്ടോ സാർ, എൻ്റെ ഒരു ഹാർഡ് വർക്ക് ഞാൻ ഇവിടെ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. വലയിൽ വീഴ്ത്താൻ ഒരു 10 വർഷമായോ? 10 വർഷമായില്ല, പക്ഷെ ഒരു 10 മാസത്തോളം ആയി സാർ അതിന്. സോ ആ 10 മാസം, പിന്നെ ആ സമയത്തത് സത്യം പറയണമെങ്കിൽ അതെൻ്റെ ഒരു യൂത്ത് ടൈം ആയിരുന്നു അന്നത്. ഇതൊക്കെ ഒരു 10 മിനിറ്റ് പണിയാണെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് 10 മാസമായിപ്പോയി. അപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ പിടികിട്ടാൻ ആരംഭിച്ചത്. ലവ് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. അപ്പോൾ ആ സീക്രട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള യൂത്തിനും അത് വളരെ ഉപകാരപ്രദമായിരിക്കും. അല്ല, നിങ്ങൾ നോക്കണം, സീക്രട്ടൊക്കെ ഒരു കാര്യമാണ്. അതായത് പെണ്ണുങ്ങളെ എത്രത്തോളം ചിരിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം ചിരിപ്പിക്കണം. പിന്നെ അവരെത്രത്തോളം ഭംഗിയാന്ന് നിങ്ങൾ നുണ പറയാൻ പറ്റുമോ അത്രത്തോളം ദിവസവും പറയേണ്ട ഒരു പെണ്ണുങ്ങൾക്കതൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇത് എൻ്റെ വൈഫിന് വേണ്ടിയാ. യു ആർ റിയലി ബ്യൂട്ടിഫുൾ. ജസ്റ്റ് അവർക്കൊരു ലെക്ചർ കൊടുക്കുമായിരുന്നു. നിനക്കറിയാലോ ഞാൻ എങ്ങനെയാണെന്നുള്ളത്. യു ആർ റിയലി ബ്യൂട്ടിഫുൾ. ഞാൻ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് നിന്നെ കിട്ടില്ലോ. ഓക്കെ, ഇവിടെ പലരും താങ്കളോട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾ ചോദിക്കൂ. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാരെല്ലാം നല്ല സുഹൃത്തുക്കളല്ലേ? അപ്പോൾ നിങ്ങൾ ഒത്തുചേരുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായി കാണുമല്ലോ. അത് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ
അതാലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ, ഒന്ന് ഷെയർ ചെയ്യാവോ? എന്താ നോക്കൂ, ഞാൻ ആദ്യം പറഞ്ഞേക്കാം, അതായത് ക്രിക്കറ്റ് ഒരു സിനിമയല്ല, അവിടെ സീൻസ് ഒന്നും ഉണ്ടാവില്ല. സീനെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം സീനെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇൻസിഡന്റ് ഇതാ സംഭവിച്ചു. ഇയാൾ നോക്കി ഇതാ ഇങ്ങനെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങളോടാ, നിങ്ങളും അതുപോലെ തന്നെ ഒക്കെ ചെയ്ത് കാണിച്ചത്. സീനെന്ന് വെച്ചാൽ ഒരു ഇൻസിഡന്റ്. താങ്കൾക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഞങ്ങളോട് പങ്കുവെക്കാൻ പറ്റുമോ? ഇൻസിഡന്റ് എന്ന് പറയുമ്പോൾ അതായത് നേരത്തെ അവർ പറഞ്ഞിരുന്നു, അതായത് ഒരു മാച്ചിൽ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞു. അതായത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സച്ചിൻ സാർ ഉണ്ടല്ലോ, ഇപ്പോൾ അദ്ദേഹത്തിന് ജക്കൂസിലിട്ടത് എങ്ങനത്തെ ഇൻസിഡൻ്റാന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് എന്നെക്കൊണ്ട് ഒരുപാട് പറയാൻ പറ്റില്ല. നിങ്ങൾക്കറിയാമല്ലോ അത് എത്രത്തോളം അവർ എൻജോയ് ചെയ്യുന്നതെന്നുള്ളത്. സാറിനെ പോലെ അത്രത്തോളം വലിയ ക്രിക്കറ്ററാണ് അദ്ദേഹം. ഞങ്ങൾക്കും ശരി, പിന്നെ നിങ്ങൾക്കും ശരി. പിന്നെ ശരിക്കും പറയുമെങ്കിൽ അദ്ദേഹത്തിനെ പോലും ഞങ്ങൾ വിട്ടുവച്ചിട്ടില്ല. എത്രത്തോളം കോമഡി ആയിരിക്കും ആ കാര്യമെന്ന് എൻ്റെ ലൈഫിൽ ആ നൈറ്റൊന്നും മറക്കാൻ കഴിയില്ല എന്നെക്കൊണ്ട് എപ്പോഴും. താങ്ക് യു സർ, ഇക്കാര്യം താങ്ക് യു സോ സത്യമാണോ? മച്ച്. സച്ചിനും വളരെ കുസൃതിക്കാരനാണെന്ന് കേട്ടു. അദ്ദേഹത്തിൻ്റെ സെൻസ് ഓഫ് ഹ്യൂമറൊക്കെ അടിപൊളിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓൺലൈനൊക്കെ സൂപ്പറായിരിക്കും. അതായത് പൊതുജനങ്ങൾക്ക് ഈ കാര്യമൊക്കെ അത്ര അറിയത്തില്ലല്ലോ. യു ഷുഡ് ഇൻവൈറ്റ് ഹിം ടു കം ഓവർ ഫോർ ദിസ്. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് സ്റ്റോറീസ് കേൾക്കാൻ കഴിയും നിങ്ങൾക്ക്. ഒരുപാട് ഹ്യൂമർ സെൻസ് അറിയാൻ പറ്റും. പിന്നെ അതിന് നല്ല രസമായിരിക്കും അതൊക്കെ. അപ്പോൾ മഹേന്ദ്ര സിംഗ് ധോണി നോൺ എക്സ്പ്രസീവ് ആണോ ഈ ഗ്രൗണ്ടിലുള്ളതുപോലെ തന്നെ? ഇല്ല, ധോണി അദ്ദേഹം വിജയവും തോൽവിയും ഒന്നും മുഖത്ത് വരാറില്ല. ഇല്ല, അതൊക്കെ അറിയാം. മുഖത്ത് കാണാൻ കഴിയില്ല, പക്ഷേ അകത്ത് എല്ലാം തന്നെ ഉണ്ടാവും. കാരണം ധോണി എനിക്കറിഞ്ഞവരെ വളരെ സെൻറ്റിമെൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് നല്ലപോലെ ദേഷ്യം വരും, പക്ഷേ മുഖം കണ്ടാൽ അറിയത്തില്ല എന്താ നടക്കുന്നത് എന്താ നടക്കുന്നില്ലെന്ന്. അതൊക്കെ അതർവൈസ് ഹീസ് ക്വൈറ്റ് ഗുഡ്, ജോളി, ഗുഡ് ടു ടോക്ക് ടു. ഇതുപോലത്തെ ടിപ്പിക്കലായിട്ടുള്ള അദ്ദേഹത്തിനൊരു സ്റ്റൈലുണ്ട്. അദ്ദേഹം സംസാരിക്കുന്ന വിധം അത് കുറച്ച് ബീഹാർ മിക്സ് ഉണ്ടാവും അതിൽ. അങ്ങനെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ചില സമയത്ത് അതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് ശരിക്കും പറയണേൽ. നാടൻ പാട്ടൊക്കെ അദ്ദേഹം നല്ലപോലെ തന്നെ പാടും. അവിടെയുള്ള ഭോജ്പുരി പാട്ടൊക്കെ അത് അദ്ദേഹം എന്തെങ്കിലും ഡാൻസ് ചെയ്യുമ്പോൾ പോലും അതാ ഭോജ്പുരി സ്റ്റൈലിലായിരിക്കും. പിന്നെ അതൊക്കെ അത് കാണാൻ നല്ല രസമാണ്. ഇതുപോലെയുള്ള പാട്ടായിരിക്കും പാടുന്നത്. സർ അതൊക്കെ ചിലതൊക്കെ നല്ലതാണ്, പിന്നെ ചിലതൊക്കെ ഡബിൾ മീനിങ് ആയിരിക്കും. സർ, ഇന്ത്യൻ ടീമിൽ നിങ്ങൾക്കൊരു വലിയ പങ്ക് തന്നെയുണ്ട്. ഈയിടെയായിട്ടൊരു കാര്യം ട്രെൻഡായിട്ടുണ്ട്. അതായത് ക്രിക്കറ്റ് കളിക്കാരുടെ ജീവിതം വെള്ളിത്തിരയിൽ കാണിക്കുക എന്നത്. ഞങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ഫാൻസ് എല്ലാവർക്കും നിങ്ങളെപ്പറ്റിയുള്ള സിനിമ എന്നാണ് കാണാൻ പറ്റുക സർ? വെള്ളിത്തിരയിൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ് സർ. ബിഗ് സ്ക്രീൻ ഞാൻ പറയണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ 18 വർഷമായിട്ട് എൻ്റെ സിനിമ എൻ്റെ സിനിമ കംപ്ലീറ്റ്ലി ഫുൾ ഓഫ് ക്രിക്കറ്റാണ്. നിങ്ങൾ കാണുവാണെങ്കിൽ അത് ഓരോ മനുഷ്യൻ്റെയും ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, സ്ട്രഗിൾസ് ഉണ്ടാവും. അതുപോലെ എൻ്റെ ലൈഫിലും ഉണ്ടായിരുന്നു. സിനിമ എപ്പോൾ വരുമെന്നൊന്നും അറിയില്ല, പക്ഷേ വരുമോ വരത്തില്ലൊന്നും പോലും അറിയത്തില്ല. ഒരുപക്ഷെ അങ്ങനെ വന്നാൽ അത് നല്ല കാര്യമായിരിക്കും. ഇനിയിപ്പോൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല കാര്യമല്ലേ. മറ്റേത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ ബുക്ക് എഴുതും ഒരു ലൈഫിൽ. അതിന് ഞാൻ എൻ്റെ ലൈഫിൽ എന്തൊക്കെയായിരുന്നു ഞാൻ ട്രൈ ചെയ്തതെന്നുള്ളത്, മുന്നേറി വരാനായിട്ടോ പിന്നെ എത്രത്തോളമാണ് ഞാൻ ട്രൈ ചെയ്തതെന്നുള്ള എല്ലാ കാര്യവും, എത്രത്തോളമാണ് ഞാൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ എഴുതിയിരിക്കും ഇതൊക്കെ ചെയ്യാനായിട്ട്. സിനിമയെക്കുറിച്ച് അറിയത്തില്ല, പക്ഷേ ആരെങ്കിലും സിനിമ എടുക്കാൻ നോക്കുവാണെങ്കിൽ അവർ എൻ്റെ ബുക്ക് മേടിച്ചിട്ട് പിന്നെ സിനിമയൊക്കെ എടുക്കാമല്ലോ. ഹർഭജൻ, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കും. അതായത് ഒരാൾക്ക് റെഡ് കർച്ചീഫ് ആയിരിക്കും, ഒരാൾക്ക് പാഡ് ആയിരിക്കും, ഒരാൾക്ക് ബാറ്റ് ആയിരിക്കും. അതുപോലെ ഹർഭജൻ എന്താ ഉള്ളത്? ദൈവമാണ്. അതായത് സർ ഇതുവരെ ഞാൻ കർച്ചീഫ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ ഞാനൊന്നും താങ്കൾക്ക് സപ്പോർട്ടർ ഉള്ളതായിട്ട് ഞാൻ കേട്ടിരുന്നു. ഇല്ല, അതുപോലെ ഒന്നുമില്ല. ആ കർച്ചീഫൊക്കെ കർച്ചീഫൊന്നുമല്ല, ആ സപ്പോർട്ടൊക്കെ എന്നെ കീറി നശിച്ചു പോയി. ഇപ്പം തുടയ്ക്കുന്ന തുണിയായിരിക്കും അതൊക്കെ. ബട്ട് ഞാനൊരു സീരീസ് കളിച്ചിരുന്നു. അപ്പോൾ 32 വിക്കറ്റോളം എടുത്തു. അന്ന് ആദ്യത്തെ ദിവസം വന്ന് സപ്പോർട്ടർ എന്ന് വെച്ചാൽ ഇദ്ദേഹം പറയുന്നത് അണ്ടർവെയറിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളൊക്കെ ക്രിക്കറ്റ് കളിക്കും. ഇത് കളിക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാനീ പറഞ്ഞു. ശരി,
അന്ന് ഞാൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അതിന് വേണ്ടിയുള്ള സോക്സ് ഇട്ടായിരുന്നു, പാൻറ് ഇട്ടിരുന്നു, ഷർട്ട് ഇട്ടിരുന്നു, 5ഓളം വിക്കറ്റ് ഞാൻ എടുത്തിരുന്നു. അത് കണ്ടാണ് എനിക്കൊരു വിശ്വാസം വന്നത്, നമുക്ക് ഈ ഡ്രസ്സ് തന്നെ ഇടാം, ഇതിട്ടാൽ വിക്കറ്റ് എടുക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെയുള്ള. അത് വെച്ചാൽ ഞാൻ 7 വിക്കറ്റ് എടുത്ത്. ആ സീരീസൊക്കെ ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എടുത്തുകൊണ്ട് പോയതാ. അത് എത്രത്തോളം ആയിരുന്നെന്ന് വെച്ചാൽ എൻഡ് ഓഫ് ദ സീരീസിൽ അതൊക്കെ മൊത്തം കീറി മൊത്തം ഓട്ടയായിപ്പോയി. സോ അതുകൊണ്ട് അതായത് കണ്ടാ പറയില്ല, പക്ഷേ അകത്ത് നല്ലപോലെ കാറ്റ് വരും. വെയിൽക്കാലത്ത് കാറ്റ് പോകേണ്ടത് വേണ്ടതാണ്, കുറച്ച് നല്ല രസമായിരിക്കും.